ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് കലകളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ ചോദ്യം: ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് രൂപപ്പെടുന്ന മെരിസ്റ്റം ഏതാണ്? ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് രൂപപ്പെടുന്ന മെരിസ്റ്റം ഏതാണ്? ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള മെരിസ്റ്റമിക കലകളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. പൊതുവായി ഉത്ഭവിച്ച് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് കലകളെന്ന് പറയുന്നത്. പൊതുവായി ഉത്ഭവിച്ച് ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് കലകൾ. ഒരു സസ്യം വിവിധ തരം കലകൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. കോശങ്ങൾക്ക് വിഭജനശേഷി ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കലകളെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. അതാണ് മെരിസ്റ്റമിക കലകളും സ്ഥിര കലകളും. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. സസ്യങ്ങളിൽ വ്യത്യസ്ത തരം മെരിസ്റ്റമുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് പ്രോമെരിസ്റ്റത്തെക്കുറിച്ചാണ്. ആദ്യം രൂപപ്പെടുന്ന മെരിസ്റ്റമാണ് പ്രോമെരിസ്റ്റം. ഭ്രൂണത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് എംബ്രിയോണിക് മെരിസ്റ്റം. പ്രോമെരിസ്റ്റത്തിനെ തന്നെയാണ് എംബ്രിയോണിക് മെരിസ്റ്റം എന്ന് പറയുന്നത്. അതിന് കാരണം ഭ്രൂണത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പ്രോമെരിസ്റ്റത്തിൽ നിന്നാണ് പ്രാഥമിക മെരിസ്റ്റം ഉണ്ടാവുന്നത്. കാണ്ഡത്തിലും വേരിലും കാണപ്പെടുന്ന മെരിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രമാണിത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ആപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റമാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്നതും പ്രാഥമിക കലകൾ നിർമ്മിക്കുന്നതുമായ മെരിസ്റ്റമുകളാണ് അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്നുണ്ട് പ്രാഥമിക കലകൾ നിർമ്മിക്കുന്ന മെരിസ്റ്റമുകളാണ് അഗ്രമെരിസ്റ്റം. വേരിൻ്റെ അഗ്രഭാഗത്ത് വേര് അഗ്രമെരിസ്റ്റവും കാണ്ഡത്തിൻ്റെ അഗ്രഭാഗത്ത് കാണ്ഡ അഗ്രമെരിസ്റ്റവുമാണ് കാണപ്പെടുന്നത്. ഇലകളുടെ രൂപീകരണ സമയത്തും തണ്ടുകളുടെ നീളം കൂടുമ്പോഴും പിന്തള്ളപ്പെടുന്ന കാണ്ഡ അഗ്രമെരിസ്റ്റമിക കോശങ്ങളാണ് അക്ഷീയ മുകളമായിട്ട് തീരുന്നത്. ഇലകളുടെ രൂപീകരണ സമയത്തും തണ്ടുകളുടെ നീളം കൂടുമ്പോഴും പിന്തള്ളപ്പെടുന്ന കാണ്ഡ അഗ്രമെരിസ്റ്റമിക കോശങ്ങളാണ് അക്ഷീയ മുകുളം അല്ലെങ്കിൽ ആക്സിലറി ബഡായിട്ട് മാറുന്നത്. ഇവയ്ക്ക് ശിഖിരങ്ങളോ പൂക്കളോ ആയി രൂപപ്പെടാനുള്ള കഴിവുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ കലകൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമിക കലകളെയാണ് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ കലകൾക്കിടയിൽ കാണപ്പെടുന്ന മെരിസ്റ്റമിക കലകളെയാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. ഏക ബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിലാണ് പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്നത്. കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുന്നതിനും അതുവഴി സസ്യത്തിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നത് പർവാന്തര മെരിസ്റ്റമാണ്. പൂച്ചെടികളിൽ കന്നുകാലികൾ മേയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സസ്യഭാഗങ്ങളെ പുനരുൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് പർവാന്തര മെരിസ്റ്റമുകളാണ്. പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അഗ്രമെരിസ്റ്റവും പർവാന്തര മെരിസ്റ്റവുമാണ്. പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്നറിയപ്പെടുന്നത് അഗ്രമെരിസ്റ്റവും പർവാന്തര മെരിസ്റ്റവുമാണ്. കാരണം സസ്യവളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കാണപ്പെടുകയും പ്രാഥമിക സസ്യ ശരീര രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് അഗ്രമെരിസ്റ്റത്തെയും പർവാന്തര മെരിസ്റ്റത്തെയും പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക മെരിസ്റ്റത്തിന് ശേഷം രൂപപ്പെടുന്നതാണ് പാർശ്വമെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. പ്രാഥമിക മെരിസ്റ്റത്തിന് ശേഷം രൂപപ്പെടുന്നവയാണ് പാർശ്വമെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം. ദ്വിബീജ പത്രസസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നതാണ് പാർശ്വമെരിസ്റ്റം. ദ്വിതീയ മെരിസ്റ്റം എന്നറിയപ്പെടുന്നത് പാർശ്വമെരിസ്റ്റമാണ്. പ്രാഥമിക മെരിസ്റ്റങ്ങൾ എന്നറിയപ്പെട്ടത് അഗ്രമെരിസ്റ്റവും പർവാന്തര മെരിസ്റ്റവുമാണ്. ദ്വിതീയ മെരിസ്റ്റം എന്നറിയപ്പെടുന്നത് പാർശ്വമെരിസ്റ്റമാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും പൂർണ്ണ വളർച്ചയെത്തിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് പാർശ്വമെരിസ്റ്റമാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും പൂർണ്ണ വളർച്ചയെത്തിയ ഭാഗങ്ങളിലാണ് പാർശ്വമെരിസ്റ്റം കാണപ്പെടുന്നത്. ദൃഢതയുള്ള കാണ്ഡ അക്ഷം നിർമ്മിക്കുന്നതുമായ മെരിസ്റ്റമുകളാണ് പാർശ്വമെരിസ്റ്റം. ദൃഢതയുള്ള കാണ്ഡ അക്ഷം വുഡി ആക്സിസ് നിർമ്മിക്കുന്നതുമായ മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം.
വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. റാഡിക്കിളാണ് ആദ്യം പുറത്ത് വരുന്നത്. വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. ഇത് മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറും. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ഇത് വളർന്ന് കാണ്ഡമായിട്ട് മാറുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ഇത് വളർന്നിട്ടാണ് കാണ്ഡമായിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? പ്രത്യേകതകൾ പറയുന്നുണ്ട്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകലയാണ്. ഈ പ്രത്യേകതകളുള്ളത് കോളൻ കൈമയ്ക്കാണ്. കോളൻ കൈമയുടെ പ്രത്യേകതകളാണ്: കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകലയാണ്. അടുത്ത ചോദ്യം, കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു പോകാതെ സസ്യങ്ങളെ സഹായിക്കുന്നത് കോളൻ കൈമ ടിഷ്യൂ ആണ്. കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു പോകാതെ സസ്യങ്ങളെ സഹായിക്കുന്നത് കോളൻ കൈമ ടിഷ്യൂ ആണ്. വിവിധ മെരിസ്റ്റമിക് കലകളിൽ നിന്നും രൂപപ്പെടുന്ന വിഭജനശേഷി നഷ്ടപ്പെട്ടതും ചില പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കലകളാണ് സ്ഥിര കലകൾ അല്ലെങ്കിൽ പെർമനൻ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. വിവിധ മെരിസ്റ്റമിക് കലകളിൽ നിന്നും രൂപപ്പെടുന്ന വിഭജനശേഷി നഷ്ടപ്പെട്ടതും ചില പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ കലകളാണ് സ്ഥിര കലകൾ അല്ലെങ്കിൽ പെർമനൻ്റ് ടിഷ്യൂസ്. സ്ഥിര കലകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം: ലഘു കലകളെന്നും സങ്കീർണ കലകളെന്നും. സിമ്പിൾ ടിഷ്യൂവും കോംപ്ലക്സ് ടിഷ്യൂ എന്നും. ലഘു കലകൾ ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ്. ലഘു കലകൾ. വിവിധ ഇനം ലഘു കലകളാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ലഘു കലകൾക്ക് ഉദാഹരണമാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. കോളൻ കൈമയുടെ ചിത്രമാണിത്. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ആവരണ കലകൾക്ക് തൊട്ടു താഴെ ഏകജാതീയ പാളികളായോ ശകലങ്ങളായോ കാണപ്പെടുന്നതാണ് കോളൻ കൈമ. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ആവരണ കലകൾക്ക് തൊട്ടു താഴെ ഏകജാതീയ പാളികളായോ ശകലങ്ങളായോ കാണപ്പെടുന്നതാണ് കോളൻ കൈമ. സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ കോശഭിത്തിയുടെ മൂലകളിൽ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഭാഗം കോശഭിത്തിയുടെ മൂലകളിൽ കട്ടി കൂടുന്നത്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. ഗോളാകൃതിയിലോ വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ബഹുഭുജാകൃതിയിലോ കോളൻ കൈമ കാണപ്പെടുന്നുണ്ട്. സജീവമായ സസ്യകലകളാണ് കോളൻ കൈമ. സസ്യങ്ങളെ ആവശ്യാനുസരണം വളരാൻ സഹായിക്കുന്നത് കോളൻ കൈമയാണ്. വളരുന്ന സസ്യങ്ങൾക്ക് ബലവും വഴക്കവും നൽകുന്നതും കോളൻ കൈമയാണ്. കാറ്റടിക്കുമ്പോൾ സസ്യത്തിനെ ഒടിയാതെ സഹായിക്കുന്ന കലകളാണ് കോളൻ കൈമ. മിക്ക കോളൻ കൈമ കോശങ്ങളിലും ഹരിതകണം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹരിതകണം ഉള്ള കോളൻ കൈമകൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. സസ്യഭാഗങ്ങൾ പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻ കൈമ കൊണ്ടാണ്. സമവ്യാസീയ കോശങ്ങളാണ് പാരൻ കൈമയിൽ ഉള്ളത്. സമവ്യാസീയ അല്ലെങ്കിൽ ഐസോഡയാമെട്രിക് കോശങ്ങളാണ് പാരൻ കൈമയിൽ ഉള്ളത്. കോശങ്ങൾ ഗോളാകൃതിയിലോ വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ബഹുഭുജാകൃതിയിലോ നീളമുള്ളവയായോ കാണപ്പെടാറുണ്ട്. സസ്യത്തിൻ്റെ മൃദുവായ ഭാഗങ്ങളിലാണ് പാരൻ കൈമ കാണപ്പെടുന്നത്. ഇവയുടെ കോശഭിത്തി കനം കുറഞ്ഞതും സെല്ലുലോസ് നിർമ്മിതവുമാണ്. പാരൻ കൈമയുടെ കോശഭിത്തി കനം കുറഞ്ഞതായിരിക്കും, സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ ടിഷ്യൂ. ചേർന്നതിനെയാണ് പാരൻ കൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. കോശങ്ങൾ വളരെ അടുക്കി ക്രമീകരിക്കുകയോ ചെറിയ കോശാന്തര സ്ഥലങ്ങളോട് കൂടിയോ കാണപ്പെടുന്നു. പാരൻ കൈമ കോശങ്ങൾ വളരെ അടുക്കി ക്രമീകരിച്ചിരിക്കുകയോ ചെറിയ കോശാന്തര സ്ഥലങ്ങളോട് കൂടിയോ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും ശ്രവണത്തിനും സഹായിക്കുന്നത്
പാരൻകൈമയാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും ശ്രവണത്തിനും സഹായിക്കുന്നത് പാരൻകൈമയാണ്. വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളാണ് എയറൻകൈമ. വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളെ പറയുന്നതാണ് എയറൻകൈമ. ജലസസ്യങ്ങളെ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ എയറൻകൈമയാണ് സഹായിക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങൾ ചേർന്നാണ് ക്ലോറൻകൈമ ടിഷ്യൂ രൂപപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയിട്ടുള്ള പാരൻകൈമ കോശങ്ങൾ ചേർന്നതാണ് ക്ലോറൻകൈമ ടിഷ്യൂ. ഇവയ്ക്ക് പ്രകാശ സംശ്ലേഷണത്തിനുള്ള കഴിവുണ്ട്. ക്ലോറൻകൈമയ്ക്ക് പ്രകാശ സംശ്ലേഷണത്തിനുള്ള കഴിവുണ്ട്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻകൈമ. ഇതാണ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ കോശങ്ങളുടെ ഭിത്തി കനം കൂടിയതായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെടാൻ കാരണം ലിഗ്നിൻ എന്ന വെള്ളം കടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം കൊണ്ടാണ്. സ്ക്ലീറൻകൈമ കോശങ്ങളുടെ ഭിത്തി കനം കൂടിയതായി കാണപ്പെടാൻ കാരണം ലിഗ്നിൻ എന്ന വെള്ളം കടക്കാത്ത പദാർത്ഥത്തിൻ്റെ നിക്ഷേപം കൊണ്ടാണ്. സ്ക്ലീറൻകൈമ മൃതകോശങ്ങളാണ്. ഇവയുടെ കോശഭിത്തിയിൽ ധാരാളം സുഷിരങ്ങൾ കാണപ്പെടാറുണ്ട്. സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത് മൃതകോശങ്ങളാണ്. ഇതിൻ്റെ കോശഭിത്തിയിൽ ധാരാളം സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള സ്ക്ലീറൻകൈമ കോശങ്ങളുണ്ട്. ഫൈബറുകൾ അല്ലെങ്കിൽ നാരുകലകളും സ്ക്ലീറിഡുകളും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്ക്ലീറൻകൈമ കോശങ്ങളാണ് കാണപ്പെടുന്നത്. ഫൈബറുകളും സ്ക്ലീറിഡുകളും. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സാധാരണയായി കൂട്ടമായി കാണുന്ന കട്ടിയുള്ള കോശഭിത്തിയോട് കൂടിയതും നീളം കൂടിയതും കൂർത്ത അഗ്രങ്ങളുള്ളതുമായ കോശങ്ങളാണ് ഫൈബറുകൾ. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സാധാരണയായി കൂട്ടമായി കാണുന്ന കട്ടിയുള്ള കോശഭിത്തിയോട് കൂടിയതും നീളം കൂടിയതും കൂർത്ത അഗ്രങ്ങളുള്ളവയുമാണ് ഫൈബറുകൾ. ഗോളാകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ സിലിണ്ട്രിക്കൽ ആകൃതിയിലോ ഉള്ള മൃതകോശങ്ങളാണ് സ്ക്ലീറിഡുകൾ. ഗോളാകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ സിലിണ്ട്രിക്കൽ ആകൃതിയിലോ ഉള്ള മൃതകോശങ്ങളാണ് സ്ക്ലീറിഡുകൾ. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻകൈമയാണ്. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻകൈമയാണ്. അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ ഇലകളിൽ ജലം എത്തിക്കുന്നത് സൈലം കുഴലുകളാണ്. സസ്യങ്ങളുടെ ഇലകളിൽ ജലം എത്തിക്കുന്നത് സൈലം കുഴലുകളാണ്. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്നത് സംവഹന കലകളാണ്. സംവഹന കലകൾ വ്യത്യസ്ത തരം കോശങ്ങളാൽ നിർമ്മിതമായ കലകളായതുകൊണ്ടാണ് സംവഹന കലകളെ സങ്കീർണ കലകളെന്ന് പറയുന്നത്. വ്യത്യസ്ത തരം കോശങ്ങളാൽ നിർമ്മിതമായതാണ് സംവഹന കലകൾ. അതുകൊണ്ടാണ് അതിനെ സങ്കീർണ കലകളെന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള സങ്കീർണ കലകളാണ് സസ്യങ്ങളിൽ ഉള്ളത്. രണ്ട് തരത്തിലുള്ള സങ്കീർണ കലകളാണ് സൈലവും ഫ്ലോയവും. സൈലം, ഫ്ലോയം. ഇതാണ് സൈലം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നതാണ് സൈലം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നതാണ് സൈലം. ജലം, ധാതുക്കൾ എന്നിവയെ വേരിൽ നിന്ന് കാണ്ഡത്തിലേക്കും ഇലകളിലേക്കും സംവഹനം ചെയ്യുന്നത് സൈലമാണ്. ജലം, ധാതുക്കൾ എന്നിവയെ വേരിൽ നിന്നും കാണ്ഡത്തിലേക്കും ഇലകളിലേക്കും സംവഹനം ചെയ്യുന്നത് സൈലമാണ്. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതുകൊണ്ട് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകാൻ സൈലത്തിന് സാധിക്കും. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളാണ് സൈലം. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകാൻ സാധിക്കും. സൈലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 4 തരത്തിലുള്ള കോശങ്ങളാണ് ട്രക്കീഡുകൾ, വെസലുകൾ, സൈലം ഫൈബറുകൾ, സൈലം പാരൻകൈമ. സൈലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 4 തരത്തിലുള്ള കോശങ്ങളാണ് ട്രക്കീഡുകൾ, വെസലുകൾ, സൈലം ഫൈബറുകൾ, സൈലം പാരൻകൈമ. കൂർത്ത അഗ്രങ്ങളോടുകൂടി നീണ്ട നേർത്ത കുഴലുകൾ പോലുള്ളവയാണ് ട്രക്കീഡുകൾ. കൂർത്ത അഗ്രങ്ങളോടുകൂടി നീണ്ട നേർത്ത കുഴലുകൾ പോലുള്ളവയാണ് ട്രക്കീഡുകൾ. നീണ്ട സിലിണ്ട്രിക്കൽ ആകൃതിയിലുള്ള ഘടനയാണ് വെസലുകൾക്ക്. വെസലുകളുടെ ആകൃതി നീണ്ട സിലിണ്ട്രിക്കൽ ആകൃതിയാണ്. വളരെ കട്ടി കൂടിയ കോശഭിത്തിയുള്ള ജീവനില്ലാത്ത സ്ക്ലീറൻകൈമ കോശങ്ങളാണ് സൈലം ഫൈബറുകൾ. വളരെ കട്ടി കൂടിയ കോശഭിത്തിയുള്ള ജീവനില്ലാത്ത സ്ക്ലീറൻകൈമ കോശങ്ങളാണ് സൈലം ഫൈബറുകൾ. ജീവനുള്ളതും സെല്ലുലോസ് നിർമ്മിതവുമായ നേർത്ത കോശഭിത്തിയുള്ളതുമായ കോശങ്ങളാണ് സൈലം
പാരൻകൈമ. ജീവനുള്ളതും സെല്ലുലോസ് നിർമ്മിതവുമായ നേർത്ത കോശഭിത്തിയുള്ളതുമായ കോശങ്ങളാണ് സൈലം, പാരൻകൈമ. ഇതാണ് ഫ്ലോയം. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം, പാരൻകൈമ. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം, പാരൻകൈമ. ഫ്ലോയത്തിലെ വിവിധ കോശങ്ങളാണ് സീവ് ഘടകങ്ങൾ, സഹകോശങ്ങൾ, ഫ്ലോയം ഫൈബറുകൾ, ഫ്ലോയം, പാരൻകൈമ. ഫ്ലോയത്തിലെ വിവിധ കോശങ്ങളാണ് സീവ് ഘടകങ്ങൾ, സഹകോശങ്ങൾ, ഫ്ലോയം ഫൈബറുകൾ, ഫ്ലോയം, പാരൻകൈമ. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. സഹകോശങ്ങളോട് ചേർന്ന് തിരശ്ചീനമായി കാണപ്പെടുന്ന നീണ്ട ട്യൂബ് പോലുള്ള കോശങ്ങളാണ് സീവ് ഘടകങ്ങൾ അല്ലെങ്കിൽ സീവ് ട്യൂബ് അംഗങ്ങൾ. സഹകോശങ്ങളോട് ചേർന്ന് തിരശ്ചീനമായി കാണപ്പെടുന്ന നീണ്ട ട്യൂബ് പോലുള്ള കോശങ്ങളാണ് സീവ് ഘടകങ്ങൾ അല്ലെങ്കിൽ സീവ് ട്യൂബ് അംഗങ്ങൾ. സീവ് ട്യൂബ് അംഗങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന പ്രത്യേകതരം പാരൻകൈമ കോശങ്ങളാണ് സഹകോശങ്ങൾ. ഫ്ലോയവുമായി ബന്ധപ്പെട്ട സ്ക്ലീറൻ കൈമ കോശങ്ങളാണ് ഫ്ലോയം ഫൈബറുകൾ. ഫ്ലോയവുമായി ബന്ധപ്പെട്ട സ്ക്ലീറൻ കൈമ കോശങ്ങളാണ് ഫ്ലോയം ഫൈബറുകൾ. ഫ്ലോയം ഫൈബറുകൾ മാതൃകോശങ്ങളാണ്. ചണം, ഫ്ലാക്സ്, ഹെമ്പ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന നാരുകൾ ഫ്ലോയം നാരുകളാണ്. ഫ്ലോയം നാരുകൾ. ചണം, ഫ്ലാക്സ്, ഹെമ്പ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന നാരുകൾ ഫ്ലോയം നാരുകളാണ്. ഫ്ലോയവുമായി ബന്ധപ്പെട്ട പാരൻകൈമ കോശങ്ങളാണ് ഫ്ലോയം പാരൻകൈമ. ഫ്ലോയവുമായി ബന്ധപ്പെട്ട പാരൻകൈമ കോശങ്ങളാണ് ഫ്ലോയം പാരൻകൈമ. നീണ്ട് കൂർത്ത സിലിണ്ട്രിക്കൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഫ്ലോയം പാരൻകൈമയിൽ ഉള്ളത്. ഇവയിൽ ധാരാളം കോശദ്രവ്യവും മർമ്മവും കാണപ്പെടുന്നുണ്ട്. ഫ്ലോയം പാരൻകൈമയിൽ ധാരാളം കോശദ്രവ്യവും മർമ്മവും കാണപ്പെടുന്നു. ഉപരിതല അധോതല ഭിന്നമായ ഇലയുടെ ലംബമായ ഛേദം 3 പ്രധാന ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഉപരിവൃതി, മിസോഫിൽ, സംവഹന വ്യവസ്ഥ. ഉപരിതല അധോതല ഭിന്നം ഡോർസോ വെൻട്രൽ ഇലകളുടെ ലംബമായ ഛേദം 3 പ്രധാന ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതാണ് ഉപരിവൃതി, മീസോഫിൽ, സംവഹന വ്യവസ്ഥ. ഇവയാണ് പാലിസൈഡ് കല. പാലിസൈഡ് കല മുകളിലും താഴെയുമുള്ള ഉപരിവൃതികൾക്കിടയിൽ കാണുന്ന കലകളാണ് മീസോഫിൽ. മുകളിലും താഴെയുമുള്ള ഉപരിവൃതി അല്ലെങ്കിൽ എപ്പിഡെർമിസുകൾക്കിടയിൽ കാണുന്ന കലകളാണ് മീസോഫിൽ. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന പാരൻകൈമ കോശങ്ങളാണ് മീസോഫിലിൽ ഉള്ളത്. മീസോഫിലിൽ കാണപ്പെടുന്ന ഒരു കോശമാണ് പാലിസൈഡ് പാരൻകൈമ. മീസോഫിലിൽ കാണപ്പെടുന്ന ഒരു കോശമാണ് പാലിസൈഡ് പാരൻകൈമ. പാലിസൈഡ് കലകൾ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട്. ഉപരിവൃതി കോശങ്ങളിൽ നിന്ന് നേർത്ത ധാരാളം രോമങ്ങൾ അല്ലെങ്കിൽ നാരുകൾ ഉണ്ടാകാറുണ്ട്. ഇവയെയാണ് മൂലലോമ കോശങ്ങൾ എന്ന് പറയുന്നത്. റൂട്ട് ഹെയർ അല്ലെങ്കിൽ മൂലലോമ കോശങ്ങൾ. ഉപരിവൃതി കോശങ്ങളിൽ നിന്ന് നേർത്ത ധാരാളം രോമങ്ങൾ അല്ലെങ്കിൽ നാരുകൾ ഉണ്ടാകുന്നു. ഇതിനെ പറയുന്നതാണ് മൂലലോമ കോശങ്ങൾ. വേരിലെ ഉപരിവൃതിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു കാണപ്പെടുന്ന ഏകകോശ മൂലലോമങ്ങളാണ് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. വേരിലെ ഉപരിവൃതിയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു കാണപ്പെടുന്ന ഏകകോശ മൂലലോമങ്ങളാണ് മണ്ണിൽ നിന്ന് ജലവും ലവണവും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? സൂക്രോസ് എന്ന രൂപത്തിലാണ്. സൂക്രോസിൻ്റെ രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര സൂക്രോസ് ആണ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ് ആണ്. സസ്യങ്ങളിൽ സൂക്രോസ് രൂപത്തിലുള്ള ആഹാര സംവഹനം നടക്കുന്നത് ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമായ സീവ് നാളികളിലൂടെയാണ്. സസ്യങ്ങളിൽ സൂക്രോസ് രൂപത്തിലുള്ള ആഹാര സംവഹനം നടക്കുന്നത് ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമായിട്ടുള്ള സീവ് നാളികളിലൂടെയാണ്. സീവ് നാളി ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് സീവ് നാളി ക്രമീകരിച്ചിരിക്കുന്നത്. സീവ് നാളിയുടെ കുറുകെയുള്ള ഭിത്തിയിൽ സുഷിരങ്ങൾ കാണപ്പെടുന്നു. ആഹാര തന്മാത്രകൾക്ക് സീവ് നാളികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് സുഷിരങ്ങളിലൂടെ സീവ് നാളികളിലെ കോശദ്രവ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ആഹാര തന്മാത്രകൾക്ക് സീവ് നാളികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണം സുഷിരങ്ങളിലൂടെ സീവ് നാളികളിലെ കോശദ്രവ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. സീവ് നാളികളിലൂടെയുള്ള ആഹാര സംവഹനത്തിന് സഹായിക്കുന്നത് സഹകോശങ്ങളാണ്, കമ്പാനിയൻ സെൽസ് ആണ്. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനത്തിൽ സസ്യങ്ങൾ പ്രകാശം ആഗിരണം ചെയ്ത് നിർമ്മിക്കുന്ന പദാർത്ഥമാണ് ഗ്ലൂക്കോസ്.
ഈ ഗ്ലൂക്കോസ് അതേപോലെ തന്നെ സസ്യശരീരത്തിൽ സംഭരിക്കാൻ സാധിക്കില്ല. കാരണം ഗ്ലൂക്കോസ് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിനെ അലേയമായിട്ടുള്ള അന്നജ രൂപത്തിലാണ് ഇലകളിൽ സംഭരിച്ചു വെക്കുന്നത്. സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ ഇലകളിലാണ് സംഭരിച്ചു വെക്കുന്നത്, അലേയമായ അന്നജ രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ സ്രോതസ്സായും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനെ സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതും അന്നജത്തെയാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ടും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് അന്നജത്തെയാണ്. പോഷകാഹാരത്തിൽ കാണപ്പെടുന്ന 3 പ്രധാന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. പോഷകാഹാരത്തിൽ കാണപ്പെടുന്ന 3 പ്രധാന മോണോസാക്കറൈഡുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. പഴങ്ങളിൽ സമൃദ്ധമായുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ലാക്ടോസ്. പഴങ്ങളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ലാക്ടോസ്. ഗാലക്ടോസ് പ്രധാനമായും പാൽ ഉൽപ്പന്നങ്ങളിലും ചെറിയ തോതിൽ പഴം, പച്ചക്കറി എന്നിവയിലും കാണപ്പെടുന്നുണ്ട്. ഗാലക്ടോസ് കാണപ്പെടുന്നത് പ്രധാനമായും പാൽ ഉൽപ്പന്നങ്ങളിലാണ്, ചെറിയ തോതിലെ പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്നുണ്ട്. ഇത് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാർട്ടാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസിനെ അന്നജ രൂപത്തിലാണ് എടുത്തു വയ്ക്കുന്നത്. അന്നജം സൂക്രോസിൻ്റെ രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്. ഇതിനെ അപചയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജമായി സംഭരിച്ചു വയ്ക്കുന്നുണ്ട്. പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീനായിട്ടും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായും പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസായും കരിമ്പിൽ സൂക്രോസായും ഇത് കാണപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പം. മലയാള വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നാം. എങ്കിലും നമ്മളത് പഠിച്ചേ പറ്റുള്ളൂ. ആ ഒരു ഓർമ്മയോടുകൂടെ വ്യക്തമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്